കടകംപള്ളി വിശ്വാസിയാക്കിയതും ജനം TV-യാണ്. കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ കടകംപള്ളി സ്വന്തം മണ്ഡലത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ നിന്ന് കിട്ടിയ തീർത്ഥം കമിഴ്ത്തിക്കളയുകയും ചെയ്ത വിവരം അവിടുത്തെ മേൽശാന്തി പുറത്തു പറഞ്ഞുവെന്നും അത് പുറത്തായതിനെ തുടർന്ന് ഈ മേൽശാന്തിയെ പരസ്യ വിചാരണയ്ക്ക് വിധേയനാക്കിയെന്നും അതിൽ മനംതൊന്ത് പരസ്യമേ അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിച്ചു എന്നും അതിൽ മനംതൊന്താം മേൽശാന്തി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് ഹാലടങ്ങി കടകംപള്ളി നടത്തിയ പത്രസമ്മേളനത്തിലാണ്, ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പറയുന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ദേവിക്ക് ശക്തിയുണ്ട്. ജനം TV-ക്ക് കാണിച്ചു തരും. ദേവിക്ക് ശക്തിയുണ്ട് കാണും. ഭദ്രകാളിക്ക് എത്ര ശക്തിയുണ്ടെന്ന് ജനം TV ഉടനെ തിരിച്ചറിയും എന്നൊക്കെ കടകംപള്ളി പറഞ്ഞു വെച്ചത്. ഏതായാലും മറ്റേ ഈ നീലിമ പറഞ്ഞെടുത്തും ശ്യാം പറഞ്ഞെടുത്തും ഗൗതമിലേക്ക് വരാൻ മാത്രമേ സമയമുള്ളൂ. വീട് കിടക്കുമ്പോഴാണല്ലോ അഭയം തേടി ക്ഷേത്രമുറ്റത്ത് വരുന്നത്. അങ്ങനെയെങ്കിൽ അതല്ലെങ്കിൽ ഈ മാറ്റത്തിന്റെ പാതയിൽ ശ്യാം പറഞ്ഞോട് വരികയാണെങ്കിൽ വരട്ടെ എന്ന് വെച്ചുകൊടുക്കണം. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് എല്ലാവരും ഈശ്വരവിശ്വാസികളാകണം. ഞാനൊരു പൂർണ്ണ ഈശ്വരവിശ്വാസിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോടുള്ള ഏറ്റവും വലിയ എതിർപ്പെന്ന് പറഞ്ഞത് ഈ അരാജകവാദം മുഴുവൻ അവരാണ് ഈ പഠിപ്പിക്കുന്നത്. കുട്ടികളെ വിശ്വാസികളാകണം, നിങ്ങൾ തോന്നുന്ന പോലെ നടക്കുക, ഇങ്ങനെയുള്ളൊരു ആശയത്തിന് ഞാൻ എപ്പോഴും എതിരാണ്. അപ്പോൾ ഈ നാട്ടിലെ നമ്മുടെ ഈ ഭാരതത്തിലെ മുഴുവൻ ആളുകളും ആത്മീയതയിലേക്ക് വരട്ടെ എന്നതാണ് എൻ്റെ നിലപാട്. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇവർ ആളുകളെ പറ്റിക്കരുത്, പ്രത്യേകിച്ച് ഇവരുടെ അണികളെ പറ്റിക്കരുത്. അത് മോശമാണ്. കാരണം അണികളോട് അമ്പലത്തിൽ പോകരുതെന്നും നിങ്ങൾ ക്ഷേത്രവിശ്വാസത്തിന് നമ്മൾ എതിരാണെന്ന് പറയുകയും നേതാക്കന്മാർ ഇങ്ങനെ ഒളിച്ചും പാത്തും ക്ഷേത്രങ്ങളിൽ പോകുന്നത് തെറ്റാണ്. മാത്രമല്ല അവർ ഒരു കാര്യം കൂടി പറയണം, കമ്മ്യൂണിസം ഉപേക്ഷിക്കുന്നു, കമ്മ്യൂണിസം ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്, അതിനുശേഷം ഞങ്ങളിപ്പോൾ വിശ്വാസികളാണ്. അങ്ങനെ അല്ലാതെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് എൻ്റെ പോയിന്റ്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും വിശ്വാസിയാകാൻ പറ്റില്ല. അങ്ങനെ വിശ്വാസിയായാലും അയാൾ കമ്മ്യൂണിസ്റ്റ് അല്ല. ആ നിലപാടിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും സമയപരിമിതി കൊണ്ട് മാത്രം ബ്രൈറ്റ് സൈഡിന്റെ ചർച്ച ഇവിടെ നിർത്തുകയാണ്. ഗൗതമിന് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ ഇരട്ടത്താപ്പ് മതിയാക്കി കമ്മ്യൂണിസത്തെ തള്ളിപ്പറഞ്ഞിട്ട് നേരായ മാർഗത്തിലൂടെ കടന്നു വന്ന് തീർത്ഥം വാങ്ങിയാൽ അത് നിലത്തൊഴിക്കാതെ തീർത്ഥം കുടിച്ച് ഭഗവാനെ തൊഴുത് അല്ലെങ്കിൽ ഭഗവതിയെ തൊഴുത് നേരായ മാർഗത്തിൽ വരൂ എന്നാണ്